കണ്ണിട്ട് തുറന്നില്ലല്ലോ. പാട്ടച്ചോനെ, എന്താണിപ്പത്? പണ്ടാറടങ്ങായി എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് വരാൻ വേണ്ടത്. വീഡിയോ കോൾ രാവിലെ തന്നെ പോടാ പോടാ. കണ്ട തെണ്ടിയൊക്കെ കിടക്കാനുള്ള സ്ഥലമല്ലത്. പോടാ അവിടുന്ന്, നീക്കടാ, ഇടിച്ച് പോടാ. മാരണങ്ങൾ രാവിലെ തന്നെ. കുറച്ചപ്പുറം പോയ ബീച്ചുണ്ടാ, അവിടെ പോയി കിടന്നോളാം. മേലാൽ ഈ വയ്ക്ക് കണ്ടുവരുന്നു. പോടാ. ഓ നല്ല കാട്ടത്തിന് തന്നെ കണിയുണ്ട്. വേണ്ട, എന്താണ് അനക്ക് വേണോ? എന്നാടാ ലേശം അടിച്ചടോ, എന്നാ കുറച്ചടിച്ചടോ, വാ. എന്നാടാ കുറച്ചടിച്ചോ, വാ.
അതെടാ കുറച്ചൊരു തരി കിട്ടിയാൽ മതി. ഏയ് ക്ലബിലുണ്ടാ മതി. ഇതിലൊരു കൊന്തോ ഇല്ലല്ലോ, എന്താ ചെയ്യാത്ത? എന്താടോ ലേശം പൊടി ഉണ്ടോ എൻ്റെ കയ്യിൽ? ആ പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലടാ ഞാനിങ്ങോട്ട് വന്നത്. ഈ ക്ലബിലൊക്കെ നോക്കിയോ? സ്ഥിരം വെക്കുന്നോർത്തൊക്കെ നോക്കിയടോ. ഇനിയിപ്പോൾ എന്താടാ ചെയ്യാ? കക്കൂസ് പോണെങ്കിൽ ഇത് ഇത്തിരി കവിളിൽ കുത്തി തിരിയാലേ പോകുള്ളൂ. അത് തന്നെയാണ്ടോ ഇഞ്ചിയും പ്രശ്നം. നിന്റെ എന്റെയും കാര്യമല്ലടാ അത്. ഇത് വെക്കുന്നവരെ മുഴുവൻ സ്ഥിതി തന്നെയാ. കക്കൂസ് പോണെങ്കിൽ ഇത് കുത്തി തിരികേണ്ടി വരും. വല്ലാത്തൊരു അർത്ഥാലായിപ്പോയി കൃഷ്ണ. ഇനിയിപ്പോ എവിടുന്ന സാധനം കിട്ടുക? അതിൻ്റെ അകത്ത് ഉണ്ടറാ? ആ ഇതിന്റെ അകത്ത് വെച്ചു. ചേട്ടാ എന്താ മോനെ രാവിലെ തന്നെ വൈകി? ഒരു സാധനം എടുക്കാൻ വന്നാന്ന്. എടാ ചെക്കൻ എൻസ് എടുക്കാൻ വന്നാ ചെക്കൻ്റെ പരിപാടി എന്താ? ഞാൻ പോട്ടെ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഈ ആള് കൊള്ളാലോ മോനെ. ഇത്രയും നേരം ഇവിടെ തെരഞ്ഞു കിട്ടാത്ത സാധനം ഈ എഴുന്നങ്ങ് പിടിച്ചു. ഇതോ ഇതിന്റെ സ്കൂളിനടുത്ത് പാൻമസാരൊക്കെ അഷറഫ് ഉണ്ട്. അഷറഫോ? ഏതാ അഷറഫ്? നിങ്ങൾക്കറിയില്ല? കണ്ടെങ്കിൽ അഷറഫ് കണ്ടെങ്കിൽ അഷറഫ് ദിനേശാ മോനെ മോനെ ലേശം ഇതിന്റെ അത് ഞങ്ങൾക്ക് തന്നക്കടാ. ലേശം മേടിച്ചടാ മോനെ. ഇത് കിട്ടൂല, ഇത് എനിക്കുള്ള. അങ്ങനെ പറയല്ലോ മോനെ. 48 മണിക്കൂർ ഹർത്താലാ. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം എന്താടാ എന്തെങ്കിലും ചെയ്യും. എവിടുന്നെങ്കിലും ഇത് മേടിച്ചുണ്ടാ? നിങ്ങക്ക് സാധനം കിട്ടിയാ പോരെ? മതി, അത് മതി. എന്താ അത് മതി, അത് മതി. ഞാൻ അഷറഫിനെ വിളിക്കട്ടെ. വേഗം വിളിച്ചോട്. ഹലോ, അഷറഫ് അല്ലേ? അതെ, അസർപ്പാണ്. അതാരാണ് സംസാരിക്കുന്നത്? ഞാൻ അഷറഫ് വിജി. സ്റ്റോക്ക് കയ്യിലുണ്ടോ? ആ ഉണ്ട്. എത്ര വേണം? എത്ര വേണം? അഷറഫ് ഒരു 6 പാക്കറ്റ് വേണമെന്ന് അറിഞ്ഞേ. ആ തരാ. ഞാനേ നമ്മളെ സ്ഥിരം സ്ഥലത്തുണ്ടാവും. നമ്മളെ വീടിനെ ഉള്ളു. എന്നാ ശരി. ഓ അവിടെ എത്താം. വീടിനെ ഉള്ളേക്കാ. അവിടത്തെ സാധനം കിട്ടും. ദിനേശാ ഫോൺ എടുക്കടാ. എടാ കൃഷ്ണ, എന്താണ്ടാ? അജിയാണ്. എൻസ് ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുക. പറയ്, പോകാണെന്ന് അറിയ. ഹലോ അജിയ? ആ അജിയാണ്. ഒരു പാക്ക് അനുസരിട്ടാ. ഏടേണ്ടുള്ളത്? ഞാൻ ബീച്ചിലാ. ബീച്ചിലുണ്ടോ? എടാ ഞാൻ ഹർത്താലാണ്, ഇന്ന് ശ്രമിക്കാം. എങ്ങനെയൊന്ന് സംഘടിപ്പി ദിനേശാ. ഓക്കെ ഞാൻ വിളിക്കാം. ഓക്കെ. ആ വിട് 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 വിട്. കൃഷ്ണ ഈ എന്താണ്ടാ നിർത്തിയേ? വേടുന്ന ഒരു തീരുമാനം ഉണ്ടാക്കി പോയാൽ മതി. എന്ത് തീരുമാനോ? എത്ര പാക്കറ്റ് അൻസാണോ? അതിപ്പോ എനിക്ക് 2 പാക്കറ്റ് വേണം. പിന്നെ ബീച്ചിൽ നിന്ന് അജി വിളിച്ചിരിക്കുന്നു, ഓന് 2 പാക്കറ്റ്. അതുണ്ടോ? ഓന്റെ കമ്പനിക്കാരുണ്ട്. അനക്കൊരു പാക്കറ്റ് വരെ. എനിക്ക് മതി. അനക്കൊരു പാക്കറ്റ് തരാ. മൊത്തത്തിൽ 6 പാക്കറ്റ്. എത്രയാണ്ട ഒന്നിന് വില? 25 ഉറുപ്പ്യ. 25 ഉറുപ്പ്യോ? എന്ത് വിലയാണ്ടത്? സർക്കാർ ഒരു സാധനം അത്. ആ വെക്കാനുള്ള റിസ്കിന്റെ പൈസ 25 ഉറുപ്പ്യ. ഈ കേറി എത്രയെങ്കിലും ആട്ടെ. പിടിക്കാൻ കണ്ട നേരം. ഹലോ, ഇങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇന്ന് വിളിക്കുന്ന എനിക്ക് അറിയടോ. ഇന്ന് എനിക്ക് എവിടുന്ന് കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ? ഹർത്താലാണല്ലേ മോനെ. ഇനി സുനാമി വന്നു കഴിഞ്ഞാലും അസർപ്പിന്റെ അടുത്ത് ഹൻസ്, പാൻപരാഗ്, കഞ്ചാവ് ഇങ്ങനത്തെ എല്ലാ കുണ്ടാമണ്ടി സാധനങ്ങളും ഉണ്ടാവും. എന്നെ പോലുള്ള ഒരാൾക്കും ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റയില്ല. എടോ, ഈയൊക്കെ എപ്പോഴെങ്കിലും വരുന്ന കസ്റ്റമർ അല്ലേ? മുമ്പൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്കൂൾ കുട്ടികളുണ്ട്. അതും കറക്റ്റ് പൈസ തരുന്നവര്. ബക്കറ പോണ്. പിന്നെ ഇനി മേലാൽ ഈ ഫോണിലേക്ക് വിളിച്ച് ബേൽപ്പിക്കാൻ പറഞ്ഞ അപ്പൊ ആസർപ്പിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും.
ഒലക്കമ്മല പരിപാടിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. വേർപ്പിക്കുന്നു ഓരോരുത്തരും. വില കൂടിയ സാധന കുറച്ച് വെച്ചോക്ക തരിപ്പാകിക്കും. അഷർക്ക എന്താ കിട്ടാനുണ്ടോ? പോർന്ന് രാവിലെ തന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഇപ്പൊ അതിനോട് അഷർക്ക പറഞ്ഞേ. ഹർത്താല് പോലെ 48 മണിക്കൂർ തരിപ്പിട്ടുന്ന എന്തെങ്കിലും കിട്ടാനുണ്ടോ? എന്താണ്ടാ ജോസേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്റെ കച്ചവടത്തെ ഈ വെറുപ്പിക്കാൻ നടന്നാല് എടാ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിന്റെ പൈസ വിടാ ചെലക്കാതെ വിട്ടോണ്ടി. വേറെ ഒന്നും വേണ്ട, ഒരു പാക്ക് എന്തെങ്കിലും തരുമോ? ഓട്ടിക്കണ കയ്യോട്ട് കയ്യോട്ട് വെച്ചോ പോയിക്കടാ. വിജി വിളിച്ചു പറഞ്ഞില്ലേനോ? ഏത് ചീനോത്ത സ്കൂളിലെ ആ എത്ര പാക്കറ്റാ പറഞ്ഞേ? 6 പാക്കറ്റ്. സാധനൊക്കെ തീർന്നു തോന്നുന്നു. ബാക്കി ഞാൻ ഓന് കൊടുക്കാം. ഇപ്പോഴത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ചോറിന് പകരം അൻസാർ തിന്നുന്നു. ഹർത്താലായിട്ട് നല്ല കച്ചവടാണില്ലേ? ഏയ് തെറ്റില്ലാത്ത കച്ചവടം ഉണ്ട്. നിങ്ങളാരാ, പോലീസാ? ഞാൻ പോലീസൊന്നുമല്ല. ഇത് സർക്കാർ നിരോധിച്ച സാധനല്ലേ, നിങ്ങൾക്ക് എവിടുന്ന് അത് കിട്ടുന്നത്? സർക്കാർ അങ്ങനെ പല നിയമങ്ങൾ ഇറക്കും. എന്തെങ്കിലും ഈ കാലം വരെ നടപ്പിലാക്കിയിട്ടുണ്ടോ? പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ നമ്മൾ പോലത്തെ ആൾക്കാർക്ക് ഗുണ സർക്കാരിന് അങ്ങനത്തെ നിയമം കൊണ്ട്. ആദ്യം അൻസിന് 5 ഉറുപ്പ്യേനും നിരോധിച്ചപ്പോ 25 ഉറുപ്പ്യായി. അപ്പോ ആ ഞാനേ ആ ലേശം ദൂരേന്ന് വരിക, ആ അവിടെ അൻസൊന്നും കിട്ടൂല. ആ എനിക്കും ഒരു പാക്കറ്റ് വേണം. എനിക്ക് തോന്നിയിരിക്കുന്നു നിങ്ങളാ ആരോട് നിർപ്പും പറയണ്ട. ആ വരവും കണ്ടപ്പോ തന്നെ. ഇതേ ഇത് ഞാനിങ്ങനെ അറിയാത്ത ആൾക്കാർക്കൊന്നും അങ്ങനെ കൊടുക്കില്ല കേട്ടോ. ആ എന്നാ ശരി ഭായി. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹർത്താലിന്റെ ഓരോരോ ഇടങ്ങേറെ. ഓ ദിനേശൻ വരാന്ന് പറഞ്ഞിട്ട് ഇനി പറ്റിക്ക് ഇഷ്ട. ഏയ് ഞാൻ സ്ഥിരം അവനെ കൊണ്ടല്ലടാ ഹാൻഡ്സ് വാങ്ങിപ്പിക്കാറ്. അതെന്താ അനക്ക് കടയിൽ നിന്ന് കിട്ടൂല? അതുകൊണ്ടല്ലടാ, ഇത് കടയിൽ നിന്ന് വാങ്ങുന്നത് ആരെങ്കിലും നമ്മളേറ്റ കണ്ടാൽ സമൂഹത്തിന് മുമ്പിൽ നമ്മളെ വില പോലടാ. ചുരുക്കി പറഞ്ഞാൽ നീ ചെയ്യുന്ന വൃത്തികേട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാം. നീ സമൂഹത്തിന്റെ മുമ്പിൽ ഡീസന്റ് ആയിട്ട് നടക്കാം. കൊള്ളാം. വേറെ നിവൃത്തിയില്ലടാ, മാന്യന്മാർക്കും ഈ വൃത്തിയായിട്ട് ഹാൻഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടടാ. ഒരു പക്ഷെ ദിനേശൻ നിനക്ക് എൻസ് വാങ്ങി തന്നില്ലെങ്കിൽ ആ നീ വെക്കാതെ നിൽക്കുവോ? വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതൽ പ്രയാസടാ. ഇത് വെച്ചിട്ടുണ്ടാകുന്ന ലഹരിയുടെ സുഖം ഞാൻ ശരിക്കും ആസ്വദിച്ച. ഇതിൻ്റെ ലഹരി എൻ്റെ രക്തത്തിൻ്റെ ശരിക്കൊരു ഭാഗമായി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് വെക്കാതെ എൻ്റെ ഒരു ദിവസം തുടങ്ങാറേ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ എൻസിന്റെ അടിമകളായി എന്നർത്ഥം. അല്ലടാ, ഇതിപ്പോ നിർത്തണമെങ്കിൽ ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ടി വരുമോ? ഒരു ഡോക്ടറെ അടുത്ത് പോയാലും ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ആ. കാരണം ഇത് വല്ലാത്തൊരു ടെൻഡൻസി. അതിനെ സ്വയം തിരിച്ചറിയാം, എന്നിട്ട് അതിനെ തരണം ചെയ്യാം. പക്ഷെ പെട്ടെന്ന് ആർക്കും നടക്കാറില്ല. ഹലോ ആ ഹലോ ദിനേശ്, എവിടെയാണ് ദിനേശ്? എത്ര നേരെ കാത്തുക്കുന്നത്? എന്ത് ചങ്ങായിമാർ, ഹർത്താലാണല്ലോ അറിയുന്നത്. എടപ്പനൊരു ബൈക്ക് പോളല്ലോ, എത്ര നേരെ കാത്തുക്കുന്നത്? ഒരു കാര്യം ചെയ്യും, ഇതാ 2 ആളും കൂടി ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു പേക്ക് എന്താക്കാണ് ദിനേശ? വേണ്ടേ വേണ്ട നിങ്ങൾക്ക് അല്ല, ഇത് കിട്ടെ. സാധനം വേണം, പൈസ കൊടുക്കും. ഇത് വെച്ചോ, ബാക്കി നാളെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. നാളെ വിളിച്ചെന്നാ പോലെ. ഓ ഓക്കെ പോടാ. ഉഷാറായി കളിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ.
എടാ നിക്കടാ ആ നീ കുറച്ച് ഈ പാത്രത്തിലേക്ക് ഇട്. പാത്രമൊക്കെ ആയിട്ട് വന്നാ പാർസലാക്കാനാ? എടാ വീട്ടിൽ കവറിട പ്രശ്നാടാ. നാ പിന്നെ നിർത്തിക്കൂട് രാജ്യ എനിക്ക്. ഈ വലിയ ഉപദേശമുണ്ട് സാധനം എടുക്ക് വേഗം. ലേശോടി. ആ, മതി, മതി. നമ്മ പോവാ. എന്താ അത് ചെക്കന്മാരൊന്നും കാണുന്നില്ലല്ലോ. ഇതാരത്? ദിനേശ് ദിനേശേട്ടാ 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 ദിനേശേട്ടാ